അതായത് എങ്ങനെയാ വെച്ചാൽ 6 ദിവസം കൂടുമ്പോൾ കോളനി ശ്രദ്ധിക്കണം. 6 ദിവസം കൂടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മൾ എടുക്കണം, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ചയാണ് ഇന്നലെയും കൂട്ടണം. ശനിയാഴ്ച ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അടുത്ത വ്യാഴാഴ്ച നിർബന്ധമായിട്ട് ഈ കോളനി നോക്കിയിരിക്കണം. നോക്കിയിട്ടില്ലെങ്കിൽ 6ാമത്തെ ദിവസം റാണിമുട്ടരപ്പം നമ്മൾ നോക്കി പഞ്ചസാര ലായനി കൊടുക്കും, ഇടയിൽ കൊടുക്കാനുള്ള അടകളൊക്കെ കൊടുത്ത് പഞ്ചസാര ലായനിയും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറുന്ന ആ ഒരു സെക്കൻഡ് തൊട്ട് അവർ കോളനി തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള റാണിസേൽ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് മൂപ്പത്താണെങ്കിൽ 6 ദിവസമാവും. 6ാമത്തെ ദിവസം അടച്ച ഉടൻ കോളനി ഇതിൻ്റെ ഭൂരിഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു 80% ഈച്ചയിൽ നിന്ന് പിരിഞ്ഞു പോകും. അതിന് നമ്മൾ സമ്മതിക്കരുത്. അത് തേനാവുന്നത് വരെത്തേക്കുള്ളൊരു കഷ്ടപ്പാടുള്ളൂ. അതൊരു 3 സ്റ്റെപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ കുറച്ച് നല്ല കഷ്ടപ്പാട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേനെടുക്കാൻ 10 ദിവസം വൈകിയാലും പ്രശ്നമൊന്നും. പിന്നെ നിങ്ങൾ എന്തായാലും വൈകൂല. പിന്നെ നിങ്ങൾ എന്തായാലും കാണാം. പിന്നെ നിങ്ങൾക്ക് വല്ലതും കിട്ടണം. അപ്പം എന്തായാലും കണ്ടുകണോ നോക്കി. അപ്പോൾ കണ്ടുകണ് ഇതിൽ 6 അടിയും കറക്റ്റാണ്. നമുക്കൊരു തൽക്കാലത്ത് നശിപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് കിട്ടിയ 4 ആക്കിയത് 6 കൂടെ ഇതിനിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തിന് നമുക്ക് രക്ഷപ്പെടുത്തിയിരിക്കും. ഓക്കെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പണി കൂടി ഇനിയും വേണമെങ്കിൽ ചെയ്യാം. ഇതൊന്നും ഒരട വേണമെങ്കിൽ എടുത്തിട്ട് അതിന് കൊടുക്കാം. അത് പവർ കുറവാണെങ്കിൽ അതിന് കൊടുക്കാം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വേണമെങ്കിൽ പോവാം. 6 അടിയും കുഴപ്പമില്ല. അതുകൊണ്ടാണ് അത് എടുക്കാത്തത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുത്ത കാലി ഫ്രെയിമാണ്. ഒറ്റയടിക്ക് ഒരു 3 ഇറക്കി. നമ്മൾ തീറ്റ കൊടുത്തതിനെ കൊണ്ട് ഇറക്കി. തീറ്റ കൊടുത്തിട്ടില്ലെങ്കിൽ 5 അട വെക്കാൻ പാടില്ല. 6 ഏത് അതുപോലെ തന്നെ ആൾക്കാർ പറയുന്നേ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. കുറേ പിന്നെ ആൾക്കാർ പറഞ്ഞ വേറൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലിഫ്രെയിം എപ്പോഴും പെട്ടിക്കകത്തിട്ട് കഴിഞ്ഞാലിട്ട് പിന്നെ കോളിന് പിരിഞ്ഞു പോകാനുള്ള താല്പര്യം കുറവാണെന്ന് പറയുന്നുണ്ട്. ഇതും തെറ്റായ ധാരണയാണ്. അതിലൊന്നും ഒരു കഥയില്ല. നിങ്ങൾ എത്ര കാലിട്ട് കൊടുത്തു, നിങ്ങൾ 4 അടക്കം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 2 കാലിട്ട് കൊടുത്തില്ലേ, 2 കാലി അയച്ചിട്ട് കോളിനി പോവാതിരിക്കില്ല. അവർ പോവാൻ നോക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക മാത്രമേ ഉള്ളൂ വഴി. 6 അടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കോളനികൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അത്രേ ഉള്ള ലാഭം. അല്ലാണ്ട് ഒരു കാലി ഫ്രെയിം എപ്പോഴും കൊടുത്താൽ മടിയും കുറയുന്നോ അതൊന്നും അങ്ങനത്തെ ഒരു കഥയില്ല. മടിയന് ഈച്ചേനെ ഞാൻ പറയുമ്പോൾ 2 സൈഡിലും ഉണ്ട് വെച്ചാൽ നശിപ്പിക്കുക. ഈ അവിടെയും ഇവിടെയും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ അതിനകത്ത് ചെത്താൻ പോകുന്നത്. അത് വിരിഞ്ഞോട്ടെ. അത് വിരിഞ്ഞോട്ടെ. അതിനൊന്നും കളിക്കാൻ നിൽക്കണം. നിങ്ങൾ ഈ റാണിസെല്ലും നിർബന്ധമായിട്ട് നിങ്ങൾ അതൊക്കെ നോക്കാം. ഒരു ഇപ്പോൾ നമ്മളെ കോട്ടയത്ത് ഇങ്ങനെ മേച്ചിലെ ബിജു ഒക്കെ അവരൊക്കെ വിൽക്കാരൊക്കെ പറയണേ എങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റാണീച്ചേനെ നശിപ്പിക്കണമെന്നല്ല. അവർ വിരിഞ്ഞിറങ്ങിക്കോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചിത ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് പോയിക്കോളും. അതൊരു ശതമാനം വരെ ഒരു സത്യമാണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ കാരണം തേനായി കഴിഞ്ഞാൽ തേനാവുന്നത് വരത്തേക്കും ഇവർക്ക് തിരിഞ്ഞു പോകണം. ആ സമയത്ത് ഇവർ ഈ തേനീച്ചേനെ ഇവർ പിന്നെ ഈ ആണീച്ചേനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് പിരിഞ്ഞു പോകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവുകൊണ്ട്. അതേ സ്ഥാനത്തോ തേനായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കോളനിക്കകത്തേക്ക് കയറി വരുന്ന ആണീച്ചേനെ നല്ലൊരു ശതമാനം അവർ പ്രതിരോധിക്കും കയറി വരാതിരിക്കാൻ. ഇനി ഇത് കട്ടുപിടിക്കേണ്ട എന്നും പറഞ്ഞിട്ട് അവർ അവിടെ മാറ്റി നിർത്തും. പിരിഞ്ഞു പോകാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ പോരാത്തിനും 4 മണിക്ക് ശേഷം കോളനികളെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആണീച്ച മൊത്തം ആണീച്ചകളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതൊരു ശതമാനം വരെ തിരിച്ചു വരാൻ കഴിയാതെ ഇലയിലോ ഒക്കെ അവിടെ എവിടെയും പോയിരുന്നു മറ്റുള്ള ജീവികളെ കുറിച്ച് നശിച്ചും പോകുന്നുണ്ട്. ഒരു 15 ദിവസത്തിൻ്റെ ഒരു തള്ളിപ്പുളപ്പ് മാത്രമുള്ളൂ ശരിക്കും ആണീച്ചയ്ക്ക്. കഷ്ടപ്പെടാൻ പോകണ്ട. പക്ഷെ നിർബന്ധമായിട്ട് 6 ദിവസം കൂടുമ്പോൾ റാണി കിട്ടണുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കുക. ആണീച്ചനെ നശിപ്പിക്കാൻ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. ആണീച്ചനെ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടായിട്ട് നശിപ്പിക്കാനൊന്നും പോകണ്ട. ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരുടെ ഈ ഓരോ ഒന്നുകൂടെ ചാലായി കിട്ടുന്നത് വരെ ഒന്നുകൂടെ എയിമായി കിട്ടുന്നത് വരത്തേക്ക് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു നിശ്ചിത ദിവസം ആയി കഴിഞ്ഞാലോ ആരും ഇതിലേക്ക് ജനിച്ചു പോകില്ല. നമ്മൾ ചെയ്തു പോരുന്നത്. അപ്പോൾ ഈ ആണീച്ചനെ നശിപ്പിക്കാൻ നല്ല റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഈ കഴിഞ്ഞ ആഴ്ച കൊടുത്ത ത്രികോണടകളാണ് കേട്ടോ. കാണില്ല ക്ലാസ്സിലൂടെ പെട്ടെന്ന് മുട്ടിയത് കണ്ടില്ല. 1 സൈഡ് പെട്ടെന്ന് കയറി പിടിച്ചത്. ഇതേപോലെ തന്നെയാണ് ഇത്. ഈ ഭാഗം പെട്ടെന്ന് കയറി വരുന്നതിന്റെ കാരണം കോളനിന്റെ ഈച്ചേന്റെ എണ്ണത്തിനനുസരിച്ചാണ്. അതേപോലെ അതായത് എങ്ങനെയാ വെച്ചാൽ 6 ദിവസം കൂടുമ്പോൾ കോളനി ശ്രദ്ധിക്കണം. 6 ദിവസം കൂടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മൾ എടുക്കണം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ചയാണ് ഇന്നലെയും കൂട്ടണം. ശനിയാഴ്ച ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. അടുത്ത വ്യാഴാഴ്ച നിർബന്ധമായിട്ട് ഈ കോളനി നോക്കിയിരിക്കണം. നോക്കിയിട്ടില്ലെങ്കിൽ 6ാമത്തെ ദിവസം റാണിമുട്ടരപ്പം നമ്മൾ നോക്കി പഞ്ചസാര ലായനി കൊടുക്കും, ഇടയിൽ കൊടുക്കാനുള്ള അടകളൊക്കെ കൊടുത്ത് പഞ്ചസാര ലായനിയും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറുന്ന ആ ഒരു സെക്കൻഡ് തൊട്ട്
അവർ കോളനി തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള റാണിസേൽ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് മൂപ്പത്താണെങ്കിൽ 6 ദിവസമാവും. 6-ാമത്തെ ദിവസം അടച്ച ഉടൻ കോളനി ഇതിൻ്റെ ഭൂരിഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു 80% ഈച്ചയിൽ നിന്ന് പിരിഞ്ഞു പോകും. അതിന് നമ്മൾ സമ്മതിക്കരുത്. അത് തേനാവുന്നത് വരെത്തേക്കുള്ള ഒരു കഷ്ടപ്പാടുള്ളൂ. അതൊരു 3 സ്റ്റെപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ കുറച്ച് നല്ല കഷ്ടപ്പാട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേനെടുക്കാൻ 10 ദിവസം വൈകിയാലും പ്രശ്നമൊന്നും. പിന്നെ നിങ്ങൾ എന്തായാലും വൈകൂല. പിന്നെ നിങ്ങൾ എന്തായാലും പിന്നെ എനിക്ക് വല്ലതും കിട്ടണം. അപ്പം എന്തായാലും പിന്നെ ഇനി അടുത്ത തേൻ നമ്മൾ കുപ്പിയിട്ട് തരണോ? കുപ്പിയില്ലാതെ ഞാൻ പോട്ടെ.